ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഞാനിത് കാണുന്നത്. എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് ഇട്ടില്ലല്ലോ, മറന്നുപോയിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്ത് വെച്ചിരുന്നതല്ലേ, ഇട്ടേക്കാം. കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ആണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ വൈഷു അവിടെ ടി വി കണ്ടിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇവിടെ അച്ഛനും മോളും കൂടി ദേ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കഴിക്കാൻ പോവാണ് കേട്ടോ. മോള് ഇല്ലടി. മൂന്നെണ്ണം തിന്നു. ചമ്മന്തി എടുത്ത് ഇച്ചിരി ഇതിനകത്ത് നോക്കട്ടെ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പൂച്ച വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇത് ഈ കിടക്കുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ചേട്ടത്തി പൂച്ചയാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട് ഓടിപ്പോയത്. അപ്പോൾ പുള്ളിക്കാരിയാണ് അമ്മ പോകുന്ന സമയത്തൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ വൈഷുവിനും ഭാവിക്കും വീട്ടിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ എപ്പോഴും ഇങ്ങനെ പൂച്ചയെ നോക്കിയിരിക്കണം കേട്ടോ. അതിനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന പണിയാണ്. അപ്പോൾ അടുത്തോട്ടൊന്നും അടുപ്പിക്കില്ല കേട്ടോ. എന്തെങ്കിലും മാന്തോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അടുത്തോട്ടൊന്നും പോകത്തില്ല. എന്നാലും ദൂരെ നിന്ന് എപ്പോഴും ഇങ്ങനെ നമ്മൾ പെരയ്ക്കകത്തിരുന്നാലും ഓടി ഇറങ്ങി പോകും കേട്ടോ. അപ്പോൾ നമ്മളതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെ എപ്പോഴാണ് ഇറങ്ങി പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരെയും. അപ്പോൾ ഇന്ന് ചിക്കനാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിയും അതുപോലെ ഫ്രൈ ആണ് കേട്ടോ. ഫ്രൈ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് പാവമാർക്കാണ് കേട്ടോ. പിന്നെ കറി ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ വേണ്ടി. ഓഫ് ചെയ്ത് തരാം കേട്ടോ. അല്ലേ അത് വാങ്ങാവോ? ആ ഇതിനകത്തോട്ട് എടുക്ക്. ഇപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ വാവ അങ്ങനെ സമ്മതിക്കില്ല കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും സമ്മതിക്കില്ല. ഞാനിങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ വരും, വഴക്കിടും, പിന്നെ എടുത്ത് എന്തെങ്കിലുമൊക്കെ സമാധാനിപ്പിക്കും, പിന്നെയും വന്ന് ചെയ്യും. അപ്പോൾ അങ്ങനെ വന്ന് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കത്തില്ല, വീഡിയോ എടുത്തുകൊണ്ടിരുന്നല്ലേ, അങ്ങനെയുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കത്തേ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ നിൽക്കത്തില്ല. പിന്നെ നമ്മുടെ ചീനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വെള്ള ചീനി വൈഷുവിനാണ് അത് ഊറ്റിയത്. അതിനകത്ത് അരപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അവൾ അങ്ങനെ മാത്രമേ കഴിക്കുകയുള്ളൂ. പിന്നെ അല്ലാണ്ടുള്ള ചീനി നമുക്ക് ഉള്ളതാണ് കേട്ടോ. പിന്നെ നമുക്കൊരു ഓൺലൈനിൽ നിന്നൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞങ്ങളിങ്ങനെ പൊളിച്ച് നോക്കണം. അപ്പോൾ എന്താണെന്ന് ശരിക്കും ഞങ്ങൾക്ക് അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ. ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ ഏട്ടനിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ എടുത്ത് വെച്ച് നോക്കിയതാണ്. എന്താണെന്ന് അറിയാനേ വയ്യ. അങ്ങനെ ഞങ്ങൾ പൊളിച്ച് നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് സാധനം എന്താണെന്ന് മനസ്സിലായത് കേട്ടോ. ശരിക്കും ഇതിനകത്ത് വൈഷുവിൻ്റെ പേര് അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഓരോ പെൻസിലിനകത്തും വൈഷ്ണോദേവി എന്നിങ്ങനെ അടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വാങ്ങിയെന്നൊന്നും എനിക്കറിയില്ല. ഏട്ടനാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ സംഭവം എന്താണെന്ന് പോലും അറിയുന്നത്. അപ്പോൾ മാവയും വൈഷുവും കൂടി അത് അൺബോക്സ് ചെയ്യും, ഓരോന്നൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. വൈശിക പിന്നെ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് നമുക്ക് പ്രാന്തിളകിയത് കണക്കായിപ്പോയി. പിന്നെ അതിനകത്തൊരു കട്ടറും ഒരു ഇറേസറും ഉണ്ട് കേട്ടോ അതിനകത്ത്. ഓരോ പാക്കറ്റിലും ഓരോന്ന് വീതം വെച്ചിട്ടുണ്ട്. അങ്ങനെ 3-4 പാക്കറ്റ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് ബ്ലാക്ക് കളറാണ്. പിന്നെ അതിൻ്റെ ചെവിട്ടിലിങ്ങനെ ഓറഞ്ചും അതുപോലെ ഗ്രീനും കളർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പേരെഴുതിയിരിക്കുന്നത് വൈറ്റ് കളറിലാണ് കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പേരൊക്കെ ഉള്ള പെൻസിൽ വെച്ചിട്ട് എഴുതാൻ പറ്റുകയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഭാഗ്യമല്ലേ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ലിങ്കോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. വിഷയമുണ്ട് നിൻ്റെ പേര്.
കേക്കാണോ? ഐശ്വര്യാണോ? എന്തിന്ന് കാണിച്ചേ? ഐശ്വര്യക്ക് കേക്ക് കിട്ടിയല്ലോ. സിസ്ട്രോൾ തരാം. നമുക്ക് അപ്പുറത്ത് വരെ തിന്നാ. സൂപ്പർ കേക്കാണല്ലോ. സൂപ്പർ കേക്കാണല്ലോ. എങ്ങാണ്ട് സപ്താഹം കണ്ടു. തള്ളയെന്നും പറഞ്ഞ് വരും കേട്ടോ പാല് കുടിക്കാൻ. നോക്കിയേ, അടിയിലോട്ട് വന്ന് കയറുന്നു. നോക്കിയേ, അയ്യോ. അപ്പോൾ ഈ പൂച്ചക്കുഞ്ഞുങ്ങളുടെ അമ്മയെ രാവിലെ തൊട്ട് ഇതാണ് കേട്ടോ അമ്മ. ഈ കറുത്ത കളറിൽ ഇരിക്കുന്നതാണ് അമ്മ പൂച്ച. പിന്നെ ഒരു ചാര കളറുള്ളത് ഇതിൻ്റെ ചേച്ചി പൂച്ചയായിട്ടാണ് കേട്ടോ. അപ്പം ഈ അമ്മ പൂച്ച രാവിലെ തൊട്ട് കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര വിഷമമായിപ്പോൾ. എന്ന് വെച്ചാൽ ഈ പൂച്ചക്കുഞ്ഞുങ്ങൾ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പാല് കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ തള്ള ഇവിടെ എല്ലാം നോക്കി, പക്ഷേ ഇവിടെ എങ്ങും കാണുന്നില്ലായിരുന്നു. അങ്ങനെ ചേച്ചിപ്പൂച്ച എന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് പാലൊക്കെ കൊടുക്കുന്ന പോലെ ഇങ്ങനെ കിടന്ന് കൊടുക്കും കേട്ടോ. അന്നേരം ഇതിങ്ങനെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. അങ്ങനെ രാത്രി പിന്നെ അമ്മ പറഞ്ഞു കുറച്ച് പാലെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനെ പിടിച്ചിട്ട് അതിൻ്റെ വായിലൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ പാല്. അങ്ങനെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിപ്പോണ്ട് തള്ളപ്പൂച്ച ഓടി വരുന്നേ കാണ്ടെന്ന്. എവിടുന്നാന്ന് പോലും അറിയത്തില്ല. അപ്പോൾ രാവിലെ തൊട്ട് ഞങ്ങൾ ഇവിടെ എല്ലാം കിടന്ന് നോക്കിയാണൊക്കെ പുള്ളിക്കാരിയെ കാണുന്നില്ലായിരുന്നു കേട്ടോ. എവിടെയോ കറങ്ങാൻ പോയിട്ട് വന്നതാണ്. അങ്ങനെ വന്നപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെല്ലാം എടുത്തുകൊണ്ട് ചെന്ന് പാല് കൊടുക്കുകയാണ് കേട്ടോ പുള്ളിക്കാരി. നീണ്ടിരിക്കുന്ന കളി. അപ്പോൾ അത് നമ്മൾ രാത്രിയിൽ വൈശികയുടെ മുടി വെട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ചങ്ങോട്ട് പോകുന്നിടത്തൊരു കടയിലാണ് വന്നിരിക്കുന്നത്. കടയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, കുറേ ദിവസമായില്ലേ ഇപ്പോൾ എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ മുടി വെട്ടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ വൈശിക കരയൂ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനിതുവരെ പോയിട്ടില്ല. ഏട്ടനാണ് മിക്കവാറും കൊണ്ടുപോകാറ് കേട്ടോ. ഇതിന് മുന്നേ പോയപ്പോഴും ഏട്ടൻ ഒറ്റയ്ക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഞാനുള്ളത് കൊണ്ട് ചിലപ്പോൾ കരഞ്ഞാലോ എന്ന്. പക്ഷേ ഇങ്ങനെ അനങ്ങാതിരുന്ന് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് വെട്ടാനായിട്ട് സമ്മതിച്ചു. കുറേ നേരം എടുത്തു. പക്ഷെ അത്രയും നേരം അവൾ ഒരു ബഹളം ഇല്ലാതെ ഇങ്ങനെ അനങ്ങാതിരുന്നു. വൈശു ആണെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. തലയിട്ട് കുലുക്കും, മൂക്കിലും വായിലും എല്ലാം ഇങ്ങനെ മുടിയാക്കും, കൈയിട്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ വാവ അനങ്ങാതെ ഇങ്ങനെ ഇരുന്ന് കൊടുത്തു കേട്ടോ.
சபரிமலைக்கு போய் ஐயப்பனை தரிசனம் பண்ணி கூட இவ்வளவு கிட்டக்க போகுமான்னு தெரியாது. ஆனா இவ்வளவு பக்கத்திலேயே இருந்து ஐயப்பன் தரிசனம் கிடைச்சது எனக்கு பெரிய பாக்கியமா நான் கருதுறேன். இனி ஒவ்வொரு வீடும் KAG டைல்ஸ் வீடாகட்டும். KAG டைல்ஸ் இது பேரில் பெருமை மற்றும் இந்தியாவின் நம்பர் 1 டீலர் வசந்த் அண்ட் கோ வழங்கும் சரிகமபா லிட்டில் சாம்ப் சீசன் 4 powered by Boost is the secret of my energy. அருண் ஐஸ்கிரீம் கோல்ட் வினர் அம்மாக்களின் நம்பிக்கை மற்றும் பற்களின் நன்மைக்காக கோல்கேட்டினால் வழங்கப்படுகிறது. பேர பார்ட்னர் பாரதத்தில் பல பண்டிகைகள் ஒரே பாசம் பாரத்வாசி அகர்பத்தி. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ.